ഡിയർ സ്റ്റുഡൻസ്, എച്ച്.എൻ. സാറാണ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ചാപ്റ്ററിലെ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററാണ്. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്? നമ്മൾ 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ ക്യാരക്ടർ, നാച്ചർ ഓഫ് ദി സൊല്യൂഷൻ ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിമിനൻറ്റ് അല്ലെങ്കിൽ വിവേചകം എന്നൊരു സാധനം പഠിച്ചിരുന്നു. അതാണ് B² - 4AC. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ രണ്ടാകൃതി സമവാക്യത്തിൻ്റെ വിവേചകം, ഡിസ്ക്രിമിനൻറ്റ് കാണാനുള്ള ഐഡിയയാണ് B² - 4AC. ഇതെന്തിനാണ് കാണുന്നത്? നാച്ചർ ഓഫ് ദി സൊല്യൂഷൻ്റെ സ്വഭാവം നിർണ്ണയിക്കാൻ വേണ്ടിയാണ്. B² - 4AC ഈക്വൽ ടു 0 ആവാൻ ചാൻസ് ഉണ്ട്. B² - 4AC ഈക്വൽ ടു പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. B² - 4AC ഈക്വൽ ടു നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. B² - 4AC പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇക്വേഷൻ വിൽ ഹാവ് യുണീക്ക് സൊല്യൂഷൻ എന്നാണ് പറയാം. ഒരു മൂല്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു പരിഹാരം മാത്രമേ ഉണ്ടാവുള്ളൂ. B² - 4AC ഈക്വൽ ടു 0 ആണെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു മൂല്യം മാത്രമേ ഉണ്ടാവുള്ളൂ, യുണീക്ക് ഒന്ന് മാത്രം. B² - 4AC ഈക്വൽ ടു പോസിറ്റീവ് ആണെങ്കിൽ ടു ഡിഫറെൻറ്റ് റിയൽ സൊല്യൂഷൻ എന്നാണ് പറയുക. രണ്ടെണ്ണം ഉണ്ടാവും, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും, അത് രണ്ടും രേഖീയ സംഖ്യകളായിരിക്കും, റിയൽ നമ്പർ ആയിരിക്കും, റിയൽ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയും രണ്ടെണ്ണം ഉണ്ട്, രണ്ടും ഒരേപോലെ ആയതുകൊണ്ടാണ് അത് 1 എന്ന് പറയുന്നത്. രണ്ടും ഒരേപോലെ ആയിരിക്കും, അപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് 2 ഡിഫറെൻറ്റ് റിയൽ സൊല്യൂഷൻ എന്നാണ് പറയുക. B² - 4AC നെഗറ്റീവ് ആണെങ്കിൽ നോ സൊല്യൂഷൻ എന്നാണെന്ന് 10ാം ക്ലാസ് പറഞ്ഞത്. ശരിക്കും നോ സൊല്യൂഷൻ എന്നല്ല, നോ റിയൽ സൊല്യൂഷൻ എന്നാണ് പറയേണ്ടത്. നോ റിയൽ സൊല്യൂഷൻ. അപ്പോൾ B² - 4AC ഈക്വൽ ടു 0 ഇക്വേഷൻ വിൽ ഹാവ് യുണീക്ക് സൊല്യൂഷൻ. B² - 4AC പോസിറ്റീവ് ആണെങ്കിൽ 2 ഡിഫറെൻറ്റ് റിയൽ സൊല്യൂഷൻ. B² - 4AC നെഗറ്റീവ് ആണെങ്കിൽ നോ റിയൽ സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പം റിയൽ അല്ലാത്ത എന്തോ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതാണ് എനിക്ക് പഠിക്കാനുള്ളത്. റിയൽ അല്ലാത്ത സൊല്യൂഷൻ ഉണ്ട്, നോ സൊല്യൂഷൻ അല്ല പറഞ്ഞത്, നോ റിയൽ സൊല്യൂഷനാണ് പറഞ്ഞത്. അപ്പോൾ റിയൽ അല്ലാത്ത എന്തോ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിനു മുമ്പ് റിയൽ എന്താണെന്ന് പറയാം. 9ാം ക്ലാസ്സിലാണ് റിയൽ നമ്പേഴ്സ് പഠിക്കുന്നത്, എന്നാലൊന്ന് പറയാം. എ നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻ്റ് ഇൻ എ നമ്പർ ലൈൻ, സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പർ. അതിൽ ആരൊക്കെ പെടും? എല്ലാവരും പെടും. റാഷണൽ പെടും, ഇറാഷണൽ പെടും, നെഗറ്റീവ്, പോസിറ്റീവ്, ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, ഡെസിമൽ, ഫ്രാക്ഷൻ, ഇതെല്ലാം വരുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പർ. എക്സാമ്പിൾ, √2 ഒരു റിയൽ നമ്പറാണ്. സാധാരണ സംഖ്യക്ക് റിയൽ നമ്പറാണ്. √2 ഇറാഷണൽ നമ്പർ റിയൽ നമ്പറാണ്. പൈ റിയൽ നമ്പറാണ്. പൈയെ സംഖ്യാരേഖയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എ നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻ്റ് ഇൻ എ സംഖ്യാരേഖ നമ്പർ ലൈൻ ഈസ് കോൾഡ് റിയൽ നമ്പർ എന്നാണ്. അപ്പോൾ B² - 4AC നെഗറ്റീവ് ആണെങ്കിൽ റിയൽ അല്ലാത്ത, നോ റിയൽ സൊല്യൂഷനാണ്, റിയൽ അല്ലാത്ത ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതാണ് ഇമാജിനറി നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇമാജിനറി അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ, റിയൽ അല്ലാത്ത നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ. ഞാൻ അതൊന്ന് ഡെഫിനിഷൻ കുറച്ച് ഞാൻ മാറ്റി പറയും, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പഠിക്കുന്നു. 9ാം ക്ലാസ്സിൽ പറയുന്നു √4 ഈക്വൽ ടു 2 എന്ന്. ചില കുട്ടികൾക്ക് √4 ± 2 എന്ന് പഠിച്ച് വയ്ക്കുക തെറ്റാണ്. √4 റാഡിക്കൽ സിമ്പിളിന് ഒറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ, അത് 2 എന്ന് മാത്രമാണ്. √4 2 ആണ്. √9 ദാറ്റ് ഈക്വൽ ടു 3 ആണ്. √6 25 ദാറ്റ് ഈക്വൽ ടു 5 ആണ്. √4 എത്രയാണ്? 9ാം ക്ലാസ്സിൽ പറയുന്നു നെഗറ്റീവ് നമ്പർ ഹാസ് നോ റൂട്ട് എന്നാണ് പറയുക. നെഗറ്റീവ് നമ്പറിന് റൂട്ട് ഇല്ല എന്നാണ് അവർ പറയണത്, പക്ഷേ അത് തെറ്റാണ്. നെഗറ്റീവ് നമ്പർ ഹാസ് നോ റൂട്ട് എന്നല്ല, നെഗറ്റീവ് നമ്പർ ഹാസ് നോ റിയൽ റൂട്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്താ കുട്ടി പഠിക്കുന്നത്? നെഗറ്റീവ് നമ്പർ ഹാസ് നോ റൂട്ട് എന്നല്ല, നോ റിയൽ റൂട്ട്. അപ്പോൾ റിയൽ അല്ലാത്ത നമ്പർ എന്ന് അവിടെ നിന്ന് മനസ്സിലായി. അതിനെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ.
അപ്പോൾ നെഗറ്റീവ് നമ്പർ ഹാസ് നോ റിയൽ റൂട്ട് എന്നാണ് പറയേണ്ടത്. ആ റിയൽ അല്ലാത്ത നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ വേറെ ഡെഫിനിഷൻ പറയുകയാണ്, റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഇമാജിനറി നമ്പർ. കുറച്ച് കഴിഞ്ഞാൽ മാറ്റി പറയും, ഇപ്പോൾ തൽക്കാലം പഠിച്ചു വയ്ക്കുക. അപ്പോൾ റൂട്ട് ഓഫ് നെഗറ്റീവ് ഒരു റിയൽ നമ്പറാണ്, ഒരു കോംപ്ലക്സ് നമ്പറാണ്, റിയൽ നമ്പർ അല്ല. റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ ഒരു കോംപ്ലക്സ് നമ്പറാണ് എന്ന് പറയുന്നു. ഇനി ഞാൻ ആദ്യത്തെ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ പറയാൻ പോവുകയാണ്, റൂട്ട് ഓഫ് -1. ഇതാണ് ആദ്യത്തെ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ. ഇത് റിയൽ അല്ലാതെ മനസ്സിലായി, ഇത് ഇമാജിനറി നമ്പറാണ്. ഈ ഇമാജിനറി നമ്പർ ഡിനോട്ട് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സിമ്പലാണ്, ഗ്രീക്ക് സിമ്പലാണ് ഐ. ഇമാജിനറി എന്ന അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വേർഡാണ് അയോട്ട. അയോട്ട എന്ന വാക്കിൽ നിന്നാണ് ഐ ഉണ്ടായത്, ഗ്രീക്ക് വേർഡാണ്. ഇമാജിനറി എന്ന മീനിങ് വരുന്ന അയോട്ട എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഐ എന്ന അക്ഷരം ഉണ്ടായത്. അപ്പോൾ റൂട്ട് -1 ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ഐ. ദ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ റൂട്ട് -1 ദാറ്റ് ഈക്വൽ ടു ഐ. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ മുഴുവൻ ഐയെ പറ്റി റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ കോംപ്ലക്സ് നമ്പറാണെന്ന് പറഞ്ഞു. റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ മാത്രമാണോ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഡെഫിനേഷൻ കംപ്ലീറ്റ് അല്ല, ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിർത്തുന്നു. റൂട്ട് ഓഫ് -1 ദ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ. ദ ഗ്രീക്ക് വേർഡ് അയോട്ട, ഇമാജിനറി എന്ന അർത്ഥം വരുന്ന അയോട്ട എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഐ ഉണ്ടായത്. ഇതിൽ നിന്ന് ഈ ഐയെ പറ്റിയാണ് ഞാൻ പഠിക്കാൻ പോണത്. ദ ഫസ്റ്റ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ്, അത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ഫോർമുല പറയാൻ പോവുകയാണ്. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി. ഇത് 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡിയ ആണ്. അങ്ങനെയാണ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 റൂട്ട് 4 ദാറ്റ് ഈക്വൽ ടു 2 എന്ന് പഠിച്ചത്. അങ്ങനെയാണ് റൂട്ട് എയും എ ആയി മാറിയത്. റൂട്ട് എ ഇൻ റൂട്ട് ബി ഈക്വൽ റൂട്ട് ഓഫ് എ ബി ആണ്. സിമിലർലി റൂട്ട് എ ഇൻറ്റു റൂട്ട് -b ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് -ab ആണ്. ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഫോർമുലയാണ്. ഇത് റിയലാണ്, ഇതും റിയലാണ്. ഗുണിച്ചപ്പോൾ എനിക്ക് റിയലാണ് കിട്ടിയത്. ഇത് റിയലാണ്, ഇത് കോംപ്ലക്സ് ആണ്, കാരണം റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ കോംപ്ലക്സ് ആണ്. ഉത്തര റൂട്ട് ഓഫ് -ab അത് കോംപ്ലക്സ് നമ്പറാണ് കിട്ടിയത്. റൂട്ട് ഓഫ് -a റൂട്ട് ഓഫ് -b ഇതിൻ്റെ ഫോർമുല റൂട്ട് ഓഫ് -a ഇൻറ്റു -b പ്ലസ് b എന്നല്ല, പ്ലസ് ab എന്നല്ല. ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇത് മൂന്നും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. റൂട്ട് എ ഇൻ റൂട്ട് ബി റൂട്ട് ഓഫ് എ ബി, റൂട്ട് എ ഇൻ റൂട്ട് -b ഈക്വൽ ടു റൂട്ട് ഓഫ് -ab, റൂട്ട് -a ഇൻ റൂട്ട് -b ഈക്വൽ ടു റൂട്ട് ab എന്നാണ് വരിക. അപ്പോൾ 2 നെഗറ്റീവ് വന്നാൽ മാത്രം നെഗറ്റീവ് ലെഫ്റ്റ് ചേർക്കാവൂ, ആ എയും ബിയും ഉള്ളിൽ കയറ്റുക. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണിത്. റൂട്ട് -a ഇൻറ്റു റൂട്ട് -b ദാറ്റ് ഈക്വൽ ടു റൂട്ട് ab എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ഈക്വൽ ടു റൂട്ട് -1 എന്ന് പഠിച്ചു കഴിഞ്ഞു. കൂടാതെ റൂട്ട് -a ഇൻറ്റു റൂട്ട് -b ഈക്വൽ ടു റൂട്ട് ab എന്ന ഫോർമുലയും പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഐ സ്കോർ ചെയ്യാൻ പോവുകയാണ്. ഐ ഈക്വൽ ടു റൂട്ട് -1 എന്ന് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞു. ഐ സ്കോർ ചെയ്യാൻ പോവുകയാണ്. ഐ സ്കോർ ഈക്വൽ ടു ഐ ഇൻറ്റു ഐ എന്നാണ്. ഈ സംശയമൊന്നും ആർക്കും ഇല്ല. ഐയെ ഞാൻ റൂട്ട് -1 ഇൻറ്റു റൂട്ട് -1 എന്ന് എഴുതി. റൂട്ട് -a ഇൻ റൂട്ട് -a ഈക്വൽ ടു റൂട്ട് ab എന്നാണ്. അപ്പോൾ 1 ഇൻറ്റു 1 ആണ്, ദാറ്റ് ഈക്വൽ ടു റൂട്ട് 1 ആണ്, ദാറ്റ് ഈക്വൽ ടു -1 ആണ്. ഫോർമുല ഐ സ്കോർ ഈക്വൽ ടു -1 ആണ്. സാധാരണ ഐ സ്കോർ ഈക്വൽ ടു അറിയാതെ 1 പറഞ്ഞു പോകും, കാരണം റൂട്ട് -1ഉം റൂട്ട് -1ഉം റൂട്ട് 1 ഇൻറ്റു 1 - പ്ലസ് ആയിട്ട് റൂട്ട് 1 കൂട്ടി അറിയാതെ എഴുതി പോകും. തെറ്റാണ്. ഐ സ്കോർ ഈക്വൽ ടു -1 ആണ്. അടുത്ത ഞാൻ ഐ ക്യൂബ് ചെയ്യാണ്. ഐ ക്യൂബ് ഈസ് ഈക്വൽ ടു ഐ സ്കോർ ഇൻറ്റു ഐ ആണ്. ഐ സ്കോറിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് പഠിച്ചു. -1 ഇൻറ്റു ഐ ആണ്. -1 ഇൻറ്റു ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു -i ആണ്. കാണാൻ പഠിക്കുന്നു. ഐ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു -i. മൂന്നാമത്തെ ഫോർമുല. നാലാമത്തെ ഫോർമുല പഠിക്കുകയാണ്. ഐ റേസ്ഡ് 4 ആണ്. ഐ റേസ്ഡ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന് ഞാൻ ഐ സ്കോർ ഇൻറ്റു ഐ സ്കോർ എന്ന് എഴുതി. ദാറ്റ് ഈക്വൽ ടു -1 ഇൻറ്റു -1 ദാറ്റ് ഈക്വൽ ടു +1 എഴുതി. +1. ദെർഫോർ ഐ റേസ്ഡ് 4 ഈസ് ഈക്വൽ ടു 1 എന്നും പഠിച്ചു കഴിഞ്ഞു. 4 ഫോർമുല പഠിച്ചു. ദ ഫസ്റ്റ് വൺ ഈസ് ഐ ഈക്വൽ ടു റൂട്ട് -1, സെക്കൻഡ് വൺ ഈസ് ഐ സ്കോർ ഈക്വൽ ടു -1, തേർഡ് വൺ ഈക്വൽ ടു ഐ ക്യൂബ് ഈക്വൽ ടു -i ആൻഡ് ഐ റേസ്ഡ് 4 ദാറ്റ് ഈക്വൽ ടു 1 എന്നും പഠിച്ചു കഴിഞ്ഞു.
ഇനി I⁵5 ചെയ്ത് നോക്കാം, I⁵6 ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഞാൻ I⁵8 ചെയ്യാം. I⁵8നെ വേണമെങ്കിൽ I⁴ ഇൻറ്റു I⁴, ദാറ്റ് ഈക്വൽ ടു 1 ഇൻറ്റു 1, ദാറ്റ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. I⁻12 ദാറ്റ് ഈസ് ഈക്വൽ ടു I⁴ ഇൻറ്റു I⁴ ഇൻറ്റു I⁴, ദാറ്റ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഇൻറ്റു 1, ദാറ്റ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതിൽ നിന്നൊരു പുതിയ ഇക്വേഷൻ കിട്ടി. I⁻2 ഇപ്പോൾ -8 ആണെങ്കിൽ I⁻⁻4 എന്നാണ് കിട്ടുക. I⁻⁻4 എന്ന് പറഞ്ഞാൽ 1/I⁻4 ആണ്. അത് 1/1 ആണ്. 1/I⁻4 ആണ് I⁻⁻4 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1/1 ആണ്. അപ്പോൾ ഇതും 1 ആണ്, ഇതും 1 ആണ്, 1 തന്നെ കിട്ടുക. അപ്പോൾ I⁻2 ഈ -8 മാത്രമല്ല +8ഉം, -4 മാത്രമല്ല +4ഉം ഒക്കെ 1 ആണ്. അപ്പോൾ നമ്മൾ കാണാൻ പഠിക്കുന്നു I⁻4k = 1. k ബിലോങ്സ് ടു എനി ഇൻറ്റീജർ. എന്തും വരാം, പ്ലസും വരാം മൈനസും വരാം. അപ്പോൾ I⁻400 1 ആണ്, I⁻−400 1 ആണ്, I⁻40 1 ആണ്, I⁻−40 1 ആണ്. അഞ്ചാമത്തെ ഫോമുല I⁻4 ഈസ് ഓൾവേസ് 1, അല്ലെങ്കിൽ I⁻4k = 1, k ബിലോങ്സ് ടു എനി ഇൻറ്റീജർ എന്ന് കിട്ടി. നമുക്കിനി അടുത്തൊരു ഒരു ഇത് പറഞ്ഞു നോക്കാം. 1+i² എന്ന് പറഞ്ഞു നോക്കാം. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചാൽ കുറേ സമയം ലാഭം ഉണ്ടാവും. ദാറ്റ്സ് ഇൻ ദ ഫോം ഓഫ് a+b² ആണ്. a+b² എന്ന ഫോമുല a² + 2ab, 2 × 1 × i, 2i + b² ദാറ്റ് ഈക്വൽ ടു I² ആണ്. 1² 1 ആണ്, 2i ആണ്, I²ൻ്റെ വാല്യൂ -1 ആണ്. ഈ -1ഉം +1ഉം വെട്ടിപ്പോയാൽ ദാറ്റ് ഈക്വൽ ടു 2i എന്ന് കിട്ടി. കാണാൻ പഠിക്കുക 1+i² ദാറ്റ് ഈസ് ഈക്വൽ ടു 2i ആണ്. സിമിലർലി 1−i² ചെയ്ത് നോക്കാം. 1−i² ദാറ്റ്സ് ഇൻ ദ ഫോം ഓഫ് a−b², a² - 2i + I² ആണ്. 1² 1 ആണ്, -2i ആണ്, I²ൻ്റെ വാല്യൂ -1 ആണ്. ദാറ്റ്സ് ഇൻ ദ ഫോം ഓഫ് a−b² ആണ്. ഈ 1ഉം -1ഉം വെട്ടി ദാറ്റ് ഈക്വൽ ടു -2i ആണ്. എൻ്റെ അടുത്ത ഫോമുല 1−i² ദാറ്റ് ഈസ് ഈക്വൽ ടു -2i. അതാണ് അടുത്ത ഫോമുല. കാണാൻ പഠിക്കുന്നു. ഇതുപയോഗിച്ചുകൊണ്ട് ഞാനിത് 1+i⁴ ചെയ്യാൻ ശ്രമിക്കുകയാണ്. 1+i⁴ ഇനി ചെയ്യണമെങ്കിൽ നിങ്ങൾ 1+i² × 1+i² ചെയ്താൽ മതി. കാരണം നമ്മൾ കാണാൻ പഠിച്ച ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതിയാൽ മതി. 1+i² മക്കളെ 2i ആണ്, 1+i² 2i ആണ്, 2i 4i² ആണ്, ദാറ്റ് ഈക്വൽ ടു 4 × -1 ദാറ്റ് ഈക്വൽ ടു -4 ആണ്. 4 × -1 ദാറ്റ് ഈക്വൽ ടു -4 ആണ്. Similarly 1−i² that is equal to 1−i⁴ equal to 1−i × I² × 1−i² എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഈക്വൽ ടു -2i × -2i എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഈക്വൽ ടു +4i, മൈനസ് പ്ലസ് ആണ്, +4i² ആണ്. 4 × I²ൻ്റെ വാല്യൂ -1 ദാറ്റ് ഈക്വൽ ടു -4 ആണ്. രണ്ടും ഒരേ ഉത്തരമാണ്. 1+i അത് കാണാൻ പഠിക്കൊന്നും വേണ്ട. 1+i⁴ ഉം 1−i⁴ -4 ആണ്. ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1+i⁻20 ചെയ്യാൻ പറ്റും. 1+i⁻20 വേണമെങ്കിൽ 1+i² 10 എന്ന് എഴുതാം. 20ആയി. ഇതിൻ്റെ വാല്യൂ 2i ആണ്, 2i⁻10 എന്ന് എഴുതാം. ദാറ്റ് ഈക്വൽ 2⁻10 പിന്നെ i⁻10 വരും. 1+i² 2i ആണ്, 2i⁻10 വരും, 2⁻10 i⁻10. 2⁻10 എന്ന് പറഞ്ഞാൽ അത് 1024 ആണ്. i⁻10 എന്ന് പറഞ്ഞാൽ i⁻10 ഇവിടെ വേറെ ചെയ്തുതരാം. i⁻10 ദാറ്റ് ഈക്വൽ ടു i⁻8 × I² ആണ്. i⁻8 ദാറ്റ് ഈക്വൽ ടു 1 ആണ്. I⁻4 ഈസ് ഓൾവേസ് 1. I²ൻ്റെ വാല്യൂ -1 ആണ്. 1 × -1 ദാറ്റ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ഇൻറ്റു -1 ദാറ്റ് ഈക്വൽ ടു -1024 എന്ന് കിട്ടി. അപ്പോൾ 1+i⁻20 എന്തും കാണാം. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചാൽ മതി. 1+i⁻² വാല്യൂ, അതുപോലെ 1−i⁻20 എന്തും ചെയ്യാം. അപ്പോൾ ഞാൻ പഠിച്ച ഫോമുല ഒന്നുകൂടി പറയാം. i = √−1, I² = -1, I³ = -1, I⁻4 = 1. I⁻4 is always 1. 1+i⁻² 2i, 1−i⁻² that equal to -2i. Okay. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോയി നോക്കാം. 1+i ചെയ്ത് നോക്കാം. ഈ 1/i ചെയ്ത് നോക്കാം. അപ്പോൾ പണ്ട് 9ാം ക്ലാസ്സിൽ 1/√2 ചെയ്യാൻ വേണ്ടി ചെയ്ത ഐഡിയ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്.
1/√2 ചെയ്യാൻ √2/√2 ചെയ്ത പോലെ ഇവിടെ *i/i എന്ന് ചെയ്യും. 1/√2 ചെയ്യാൻ വേണ്ടിയിട്ട് 1/√2 *√2/√2 ചെയ്തു. അപ്പോൾ അടിയിൽ 2 √2 വരും. ആ √2 2 ആ കിട്ടുക. ഈ പരിപാടിക്ക് റാഷണലൈസേഷൻ ഓഫ് ഡിനോമിനേറ്റർ എന്നാണ് 9ാം ക്ലാസ്സിൽ പറയുക. CBSE പഠിച്ചാണ്, കേരളത്തിൽ പഠിച്ചിട്ട്. അപ്പോൾ 1/i ഭംഗിയാക്കാൻ *i/i എന്ന് കൊടുക്കുക. മോൾ ഭാഗം 1 * i ആണ്, i * i സ്ക്വയർ ആണ്, i/-1 ആണ്, i/-1 ദാറ്റ് ഈക്വൽ ടു -i എന്ന് കിട്ടി. ദാറ്റ് ഈക്വൽ ടു -i എന്ന് കിട്ടി. 1/i ദാറ്റ് ഈക്വൽ ടു -i എന്ന് കിട്ടി. *i/i കൊടുത്തു. 1 * i, i സ്ക്വയർ, i സ്ക്വയറിൻ്റെ വാല്യൂ -1, 1/iയുടെ വാല്യൂ -i എന്ന് കാണാൻ പഠിക്കുക. സെക്കൻഡ് ഫോമുല 1/i -i എന്താ ചെയ്യാൻ? 1/-i മോഡിഫൈ ചെയ്യാൻ വേണ്ടി *-i/-i ചെയ്യാം, *i/i ചെയ്താലും കുഴപ്പമില്ല, കാരണം ആ മൈനസും വെട്ടിപ്പോയതാണ്. ദാറ്റ് ഈക്വൽ ടു 1 * i ആണ്, മൈനസ് ഈ മൈനസാണ് i സ്ക്വയറിൻ്റെ വാല്യൂ, i * i സ്ക്വയർ വേറെ ഉണ്ട്. 1 * i മൈനസ് i സ്ക്വയർ ആണ്. ദാറ്റ് ഈക്വൽ ടു i/, ഈ മൈനസാണ് i സ്ക്വയറിൻ്റെ വാല്യൂ -1 വേറെ ഉണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു i/1 ദാറ്റ് ഈക്വൽ ടു i ആണ്. അടുത്ത ഫോമുല കാണാൻ പഠിക്കുക. 1/-i ദാറ്റ് ഈക്വൽ ടു i. കാണാൻ പഠിക്കുക എളുപ്പമാണ്, ഭംഗിയുണ്ട്. 1/i ദാറ്റ് ഈക്വൽ ടു -i, 1/-i ദാറ്റ് ഈക്വൽ ടു i. അപ്പോൾ 2 ഫോമുലയായി. ഈ ഐഡിയ വെച്ചിട്ട് ഞാൻ 1-2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, i⁻−39 ആണ്. എപ്പോഴും മാത്സിൽ നെഗറ്റീവ് പവർ വന്നാൽ അയാളെ പോസിറ്റീവ് പവർ ആക്കാനാണ് ശ്രമിക്കുക. 8ാം ക്ലാസ്സിൽ പഠിച്ചാണ് x⁻n ഈക്വൽ ടു 1/x⁻n. നെഗറ്റീവ് പവർ താഴോട്ട് പോകുമ്പോൾ പോസിറ്റീവ് പവർ ആവും, ഒരു സ്റ്റെപ്പായി. ദാറ്റ് ഈക്വൽ ടു 1/i⁻39 36 × 3 എഴുതാം. a⁻m a⁻m+n ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 ആയ 36 നീക്കി വെച്ചിട്ട് 3 വേസ്റ്റ് എഴുതി വെക്കുക. ദാറ്റ് ഈക്വൽ ടു 1/i⁻36 1 ആണ്. i⁻ മൾട്ടിപ്പിൾ ഓഫ് 4 ഈസ് ഓൾവേസ് 1. i³ വാല്യൂ -i ആണ്. ദാറ്റ് ഈക്വൽ ടു 1/-i ദാറ്റ് ഈക്വൽ ടു 1/-i ദാറ്റ് ഈക്വൽ ടു i. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ i⁻41 ആണ്. ദാറ്റ് ഈക്വൽ ടു 1/i⁻41 എഴുതി. റെഡിയാണ്? ദാറ്റ് ഈക്വൽ ടു 1/i⁻40 × i എന്ന് എഴുതി. എന്നിട്ട് പറയാം i⁻41 1/i⁻41 എഴുതി. അതിനെ 41 മൾട്ടിപ്പിൾ ഓഫ് 4 മാറ്റി വെച്ചു, i മാറ്റി വെച്ചു. ദാറ്റ് ഈക്വൽ ടു 1/i⁻41 ആണ്, × i ആണ്. 1/i ദാറ്റ് ഈക്വൽ ടു -i എന്ന് കിട്ടി. അങ്ങനെ ഏത് നെഗറ്റീവ് പവർ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായി. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. എന്താണ് i⁻403? ഇത് പോസിറ്റീവ് പവർ തന്നെയാണ്. പോസിറ്റീവ് പവർ വന്നാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ആദ്യം ഞാൻ 403 മൾട്ടിപ്പിൾ ഓഫ് 4 മാറ്റി വെച്ചു. ബാക്കി 3 ബാക്കിയുണ്ട്, അതിങ്ങനെ i⁻3 ആയിട്ട് എഴുതും. അപ്പോൾ i⁻403 i⁻400 × i³ എന്ന് എഴുതി. i⁻400 മക്കളെ 1 ആണ്. i⁻ മൾട്ടിപ്പിൾ ഓഫ് 4 ഈസ് ഓൾവേസ് 1. i³ ഞാൻ -i എന്ന് എഴുതി. 1 × -i ദാറ്റ് ഈക്വൽ ടു -i എന്ന് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ √-1 ആണ്. എവിടെ മാക്സിൽ √-1 വരുന്നോ അവിടെ നമ്മൾ അതിനെ i എന്ന് എഴുതും. ദാറ്റ്സ് ദ ഫോം ഓഫ് i⁻82 എന്നായി. √-1 i ആണ്. i⁻82നെ i⁻80 × i² എന്ന് എഴുതി. i⁻80 1 ആണ്, i² -1 ആണ്. 1 × -1 ദാറ്റ് ഈക്വൽ ടു -1 ആണ്. അതുപോലെ നോക്കാം, i⁻4k + 3 ഈക്വൽ ടു ഡാഷ് k ബിലോങ്സ് ടു എനി ഇൻറ്റിജർ എന്ന് പരീക്ഷിച്ച് ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഐഡിയ നോക്കിയേ. അത് a⁻m+n ആണ്. ഞാൻ ഇതിനെ a⁻m × a⁻n എഴുതും. i⁻4k is always 1 because k belongs to any integer. i⁻ multiple of 4 is always 1 പഠിച്ചാണ്. അപ്പോൾ അത് 1 × i³ വാല്യൂ -i ആണ്. ദാറ്റ് ഈക്വൽ ടു 1 × -i ദാറ്റ് ഈക്വൽ ടു -i. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. i⁻4k -3 നോക്കാം. i⁻4k -3 വേണമെങ്കിൽ i⁻4k/i³ എന്ന് എഴുതാം.
ഇവിടെ k ബിലോങ്സ് ടു എനി ഇൻറ്റിജറിനോ നാച്ചുറൽ നമ്പറെന്നോ ഉണ്ടാവും. നാച്ചുറൽ നമ്പർ ആയാലും ഇൻറ്റിജർ ആയാലും I raised to 4k 1 ആണ്. a raised to m minus n that equal to a raised to m by a raised n എഴുതി. I raised to 4kയുടെ വാല്യൂ 1 ആണ്. I ക്യൂബിൻ്റെ വാല്യൂ മൈനസ് I ആണ്. I ക്യൂബ് മൈനസ് I ആണ്. 1 by minus I that is equal to I ആണ്. 1 by minus I that is equal to I ആണ്. ഒന്നുകൂടി നോക്കാം. ഇതൊക്കെ നമ്മൾ പഠിച്ച ഐഡിയ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1 plus I by root 2 all raised to 8 plus 1 minus I by root 2 all raised to 8. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിങ്ങനെ മാറ്റി 2 പീസാക്കി മാറ്റി. ഒന്ന് 1 plus I all raised to 8 ആയിട്ടും ഒന്ന് root 2 raised to 8 ആയിട്ടും മാറ്റി. അങ്ങനെ പവർ മുകളിലും താഴും വേറെ വേറെ കൊടുക്കാൻ പറ്റും. ഇത് 1 minus I all raised to 8ഉം ഇത് root 2 raised to 8 എന്ന് എഴുതി. ഈ 1 plus I all raised to 8നെ 1 plus I all square all raised to 4 എന്ന് എഴുതാം. root 2 raised to 8 എന്ന് പറഞ്ഞാൽ 2 root 2 കൂടെ 2 ആണ്. അപ്പോൾ 8 root 2 കൂടെ 4 2 ഉണ്ടാവുക. 4 2 എന്ന് പറഞ്ഞാൽ 16 ഉണ്ടാവുക. അത് 2 raised to 4 ആണ് വരിക. root 2 raised to 8 എന്ന് പറഞ്ഞാൽ 2 raised to 4 ആണ്. അപ്പോൾ 4 into 4 16 ആണ് വരിക. ഇത് 1 minus I all square all raised to 8 8 നിന്ന് 4 ആയിട്ട് മാറും. ബൈ ഇതും 16 ആണ് വരിക. 1 plus I all square 2i ആണ്. 2i raised to 4 ആണ്. 2i raised to 4 2i raised to 4 2i raised to 4 അപ്പോൾ 16i raised to 4 ആണ് വരിക. പ്ലസ് ഇത് മൈനസ് 2i raised to 4 ആണ്. മൈനസ് 2i raised to 4ഉം 16i raised to 4ൻ്റെ വരിക. മൈനസ് 2i raised മൈനസ് 2 raised to 4 16 ആണ്. I raised to 4 1 ആണ് വരിക. അപ്പോൾ 1 അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഓൾ ബൈ 16 കോമൺ 16 കൊടുത്താലും മതി. 16 I raised to 4 I raised to 4 1 ആണ്. 16 തന്നെ വരിക. 16 I raised to 4 അതും 16 ആണ് വരിക. ബൈ 16 ആണ് വരിക. ദാറ്റ് ഈക്വൽ ടു 32 by 16 ദാറ്റ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഫോമിൽ വെച്ച് കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. പഠിച്ച ഫോമിൽ ഒന്നുകൂടി പറയാം. I ഈക്വൽ ടു റൂട്ട് മൈനസ് 1 I സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 I ക്യൂബ് ഈക്വൽ ടു മൈനസ് I raised to 4 ഈക്വൽ ടു 1 and I raised to multiple of 4 is always 1. 1 plus I all square equal to I 1 minus I all square equal to minus 2I. അതുപോലെ 1 by I ഈക്വൽ ടു മൈനസ് I 1 by minus I ഈക്വൽ ടു I. അതുപോലെ റൂട്ട് മൈനസ് എ ഇൻറ്റു റൂട്ട് മൈനസ് ബി ഈക്വൽ ടു മൈനസ് റൂട്ട് എ ബി. ഓക്കെ, നമുക്ക് ഐയുടെ വേറൊരു പ്രത്യേകത പഠിച്ച് നോക്കാം. ഐയുടെ ഒരു പ്രത്യേകത പഠിക്കാൻ വേണ്ടി ഞാൻ I പ്ലസ് I സ്ക്വയർ പ്ലസ് I ക്യൂബ് പ്ലസ് I raised to 4 എന്ന് ചെയ്ത് നോക്കുകയാണ്. ഐയുടെ വാല്യൂ I തന്നെയാണ്. I സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് 1 ആണ്. I ക്യൂബിൻ്റെ വാല്യൂ മൈനസ് I ആണ്. I raised to 4ൻ്റെ വാല്യൂ 1 ആണ്. ഈ 1ഉം ഈ മൈനസ് 1ഉം ഈ ഐയും മൈനസ് ഐയും വെട്ടി ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതുപോലെ ഞാൻ I raised to 3 plus I raised to 4 plus I raised to 5 plus I raised 6 ചെയ്ത് നോക്കുകയാണ്. I ക്യൂബിൻ്റെ വാല്യൂ മൈനസ് I ആണ്. I raised to 4ൻ്റെ വാല്യൂ 1 ആണ്. I raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ I raised to 4 നീക്കി വെച്ചാൽ ബാക്കി I ഉണ്ടാവും. കാരണം നീക്കി വെച്ചാൽ I raised to 4 1 ആണ്. I raised 6 ആണെങ്കിൽ I raised to 4 നീക്കി വെച്ചാൽ ബാക്കി I സ്ക്വയർ ഉണ്ടാവും. I സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് 1 ആണ്. ഈ 1ഉം മൈനസ് 1ഉം വെട്ടി Iയും മൈനസ് 5 വെട്ടി ദാറ്റ് ഈക്വൽ ടു 0. നമ്മൾ കാണാൻ പഠിക്കുന്നു. 1 2 1 2 3 4 3 4 5 6 തുടർച്ചയായ സം ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് തുടർച്ചയായതാവണം. സം ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് പവർ ഓഫ് I ഈസ് ഈക്വൽ ടു 0. ഈ പവറിന് പ്രശ്നമുണ്ട്. നാച്ചുറൽ നമ്പർ തന്നെ ആവും വേണം. അതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻ്റഗ്രൽ പവർ ഓഫ് അല്ലെങ്കിൽ പോസിറ്റീവ് പവർ ഓഫ്. അപ്പോൾ സം ഓഫ് എന്താ കുട്ടി പഠിക്കുക? സം ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻ്റഗ്രൽ പവർ ഓഫ് I ഈക്വൽ ടു 0. സം ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് പവർ ഓഫ് I ഈക്വൽ 0. പവറിൽ നെഗറ്റീവ് -1 -2 -3 -4 വന്നാൽ 0 ആവില്ല. ഇങ്ങനെ വന്നാലേ 0 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷൻ കൂടി നോക്കാം. I പ്ലസ് I ക്യൂബ് എന്ന് ചെയ്ത് നോക്കാം. ഐയുടെ വാല്യൂ I തന്നെ, I ക്യൂബിൻ്റെ വാല്യൂ മൈനസ് I ആണ്. ഇത് 0 ആണ്. അതുപോലെ വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. I സ്ക്വയർ പ്ലസ് I raised to 4 ചെയ്ത് നോക്കാം. I സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് 1 ആണ്. I raised to 4ൻ്റെ വാല്യൂ +1 ആണ്. ദാറ്റ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 1ഉം 3ഉം കൂട്ടിയാൽ 0 ആണ്. 2ഉം 4ഉം കൂട്ടിയാൽ 0 ആണ്. I raised 4 പ്ലസ് I raised to 6 0 ആണ്. സം ഓഫ് എനി 2
കോൺസിക്യൂട്ടീവ് ഓഡ് പവർ അല്ലെങ്കിൽ ഈവൻ പവർ കൂട്ടിയാൽ 0 തുടർച്ചയായ 2 ഓഡ് പവർ കൂട്ടിയാലും തുടർച്ചയായ 2 ഈവൻ പവർ കൂട്ടിയാലും 0 അത് ഐയുടെ പവർ. അതിന് തുടർച്ചയായ ഓഡ് പവർ ഈവൻ പവർ, അതിന് പകരം ഒറ്റ ഇംഗ്ലീഷ് വാക്കുണ്ട്, ഒന്നിടവിട്ട് ഓൾട്ടർനേറ്റീവ് പവർ. 1, 3, 2, 4 ഓൾട്ടർനേറ്റീവാണ്. അപ്പോൾ എന്താ കുട്ടി പഠിക്കുക? സം ഓഫ് എനി 2 കോൺസിക്യൂട്ടീവ് തുടർച്ചയായ ഓൾട്ടർനേറ്റീവ് പവർ ഓഫ് I = 0. വേറൊരു കാര്യമുണ്ട് മക്കളെ, അതിൻ്റെ പോസിറ്റീവ് ആവണം നിർബന്ധമാണ്, നെഗറ്റീവ് പറ്റില്ല. സം ഓഫ് എനി 2 കോൺസിക്യൂട്ടീവ് ഓൾട്ടർനേറ്റീവ് പവർ ഓഫ് I = 0. കോൺസിക്യൂട്ടീവ് എന്ന വാക്കിൻ്റെ ആവശ്യമില്ല, ഒന്നിടവിട്ട് എന്ന വാക്ക് പറഞ്ഞാൽ 1, 3, 2, 4 അങ്ങനെ തന്നെ വന്നു. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ അവിടെ നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഒരിക്കൽ കേരള എഞ്ചിനീയറിങ്ങിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കാവുന്ന സാധാരണ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കറിയാം സം ഓഫ് എനി 2 കോൺസിക്യൂട്ടീവ് ഓൾട്ടർനേറ്റീവ് പവർ 0. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ 0. ഇത് രണ്ടും കൂട്ടിയാൽ 0. ഇത് ഇങ്ങോട്ട് കൂട്ടിയാലും അങ്ങോട്ട് കൂട്ടിയാലൊക്കെ 0. ബാക്കി I⁵590 ബാക്കിയുണ്ട്. ഇവിടെ ഇത് രണ്ടും 0, ഇത് രണ്ടും 0. ബാക്കി I⁵550 ഉണ്ട്, പ്ലസ് ഒരു 1 ബാക്കിയുണ്ട്. ഇത് A⁻m/A⁻n ആണ്. A⁻m/A⁻n = A⁻m - n ആണ്. അപ്പോൾ 10 വരിക. 590 - 550 10 വരിക, പ്ലസ് 1 വരിക. I⁻10 വാല്യൂ I⁻8 × I² ആണ്, പ്ലസ് 1 ആണ്. I⁻8 1 ആണ്. ബാക്കി I² വാല്യൂ -1, 1 × -1 -1 പ്ലസ് 1 ദാറ്റ് = 0 ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. I² പ്ലസ് അല്ലെങ്കിൽ I² പ്ലസ് I³ പ്ലസ് I⁻4 പ്ലസ് I⁻5 പ്ലസ് എക്സെട്രാ അങ്ങനെ 1001 ടേം കൂട്ടി എത്രയാണ്? അങ്ങനെ 1001 ടേംസാണ്. I⁻1001 വരെ അല്ല, ഒരു കുട്ടികൾക്ക് വലിയൊരു തെറ്റാണ് അങ്ങനെ വരിക. ഇവിടെ I² തുടങ്ങിയത് കൊണ്ട് 1001ാമത് ടേം I⁻1002 ഉണ്ടാവുക. കാരണം 2ാമൻ I³ മൂന്നാമൻ I⁻4 നാലാമൻ I⁻5 ആണെങ്കിൽ 1001ാമൻ I⁻1002 ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തിരിച്ചരിക്കരുത്, I⁻1001 വരെ അല്ല, ഇങ്ങനെ കൂട്ടി 1001 ടേംസ് മൊത്തം ഉണ്ട്. ഒരു ഐഡിയ ഞാൻ പറയാം. ഇത് തുടർച്ചയായ കോൺസിക്യൂട്ടീവ് പവേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ 4 പേര് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനിങ്ങനെ I² മാറ്റി വെച്ചിട്ട് ബാക്കി 1001 ഒരു ടേം ബാക്കി വെച്ചു, ബാക്കി 1000 ടേംസ് എന്ന് എഴുതി വെച്ചു. തുടർച്ചയായ 4 പേര് 0 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും തുടർച്ചയായ 8 പേര് 0, കാരണം ഒരു 4 പേര് 0, അടുത്ത 4 പേരും 0 ആയിരിക്കും. ഏതെങ്കിലും തുടർച്ചയായ 4 പേരായാൽ മതി. അപ്പോൾ തുടർച്ചയായ 4 പേര് 0, തുടർച്ചയായ 8 പേര് 0, തുടർച്ചയായ 12 പേര് 0, തുടർച്ചയായ മൾട്ടിപ്പിൾ ഓഫ് 4 ആൾക്കാരുടെ എണ്ണം 0 ആയിരിക്കും വരിക. അപ്പോൾ ഏകദേശം 1000 ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ 1000 പേരായാലും 100 പേരായാലും 400 പേരായാലും ഒക്കെ കോൺസിക്യൂട്ടീവ് പവർ ആണെങ്കിൽ 0 ഉണ്ടാവുക. അപ്പോൾ I² വാല്യൂ ഇവിടെ -1 ഉണ്ടാവും, പ്ലസ് 0 ഉണ്ടാവും. ദാറ്റ്സ് = -1 കിട്ടി. അതുപോലെ I പ്ലസ് I² പ്ലസ് I³ പ്ലസ് എക്സെട്രാ 2n + 1 ടേംസ്. n belongs to natural number. I പ്ലസ് I³ പ്ലസ് I⁻5 ആയിക്കോട്ടെ, I⁻7 പ്ലസ് എക്സെട്രാ 2n + 1 ടേംസ് ആണ്. ലാസ്റ്റ് ഈവൻ നമ്പറിനെയാണ് മാക്സ് 2n എന്ന് വിളിക്കുക. ലാസ്റ്റ് ഓഡ് നമ്പറിനെയാണ് മാക്സിൽ 2n - 1 എന്ന് വിളിക്കുക. ക്ലിയർ ആണേ? ലാസ്റ്റ് ഓഡ് നമ്പറിനെ 2n - 1 എന്ന് വിളിക്കും, ലാസ്റ്റ് ഈവൻ നമ്പർ 2n എന്ന് വിളിക്കും. ഈ 2n ഈവൻ നമ്പർ ആണെങ്കിൽ 2n മുമ്പിലും ബാക്കിലും ഓഡ് നമ്പർ ഉണ്ടാവുക. തീർച്ചയായിട്ടും 2n + 1 ഈസ് ദ ഓഡ് നമ്പർ, കാരണം ഈവൻ്റെ മുമ്പിലാണ്, റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇതിൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവുക. ക്ലിയർ ആണേ? നമ്മൾ പഠിച്ച സം ഓഫ് എനി 2 കോൺസിക്യൂട്ടീവ് പവർ ഓൾട്ടർനേറ്റീവ് പവർ 0 എന്നാണ്. അപ്പോൾ 2 പേര് 0 എന്നാണ് അർത്ഥം. ഇവർ 2 പേര് 0, ഇവർ 2 പേര് 0, ഇവർ 2 പേര് 0, അതൊക്കെ 0 ആണ്. 2n + 1 ടേംസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. അതായത് 101 പേര് 51 പേര്. അപ്പോൾ 2 പേര് 0 ആകുമ്പോൾ തീർച്ചയായിട്ടും ഈവൻ നമ്പർ ഓഫ് ടേംസ് 0 ഉണ്ടാവുക. അപ്പോൾ ഒരാളെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ 51 പേരുണ്ടെങ്കിൽ 50 പേര് 0 ഉണ്ടാവുക, ഒരാൾ ബാക്കി ഉണ്ടാവും. 101 പേരുണ്ടെങ്കിൽ 100 പേര് 0 ആയിരിക്കും, ബാക്കി ഒരാൾ ബാക്കി ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ഒരാളെയാണ് മാറ്റി വയ്ക്കുക. അതെപ്പോഴും ഫസ്റ്റ് മാറ്റി വയ്ക്കുക.
ഇവിടെ മാറ്റി വെച്ചാൽ എപ്പോഴും ബാക്കിയുള്ള ഫസ്റ്റ് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ബാക്കി 2n ടേംസ് ഉണ്ടാവും. 2n ടേംസ് ആണ് ഈവൻ ടേംസ് ആണ്. ഈവൻ ടേംസ് എന്ന് പറഞ്ഞാൽ ഇനി 2 ഉണ്ടാവും. ഓൾട്ടർനേറ്റീവ് പവർ കൂട്ടിയ തുടർച്ചയായി ഈവൻ പെയറുകൾ കൂട്ടിയ 0 ഉണ്ടാവുക. 2 പേര് 4 പേര് 6 പേര് 0 ഉണ്ടാവുക. അപ്പം 2n ടേംസ് എന്തായാലും 0 ഉണ്ടാവുക. therefore I + 0 that equal to I ആണ്. നമുക്ക് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുക. ഐയുടെ കുറേ പ്രത്യേകത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കോംപ്ലക്സ് നമ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.